എൻ്റെ കയ്യിൽ എന്താണെന്നാണ് ഈ നോക്കുന്നത്. ഇന്നലെ അച്ഛൻ സ്രാവ് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ, അടിപൊളി സ്രാവ്. ഞാൻ എൻ്റെ നാവ് കണ്ടപ്പോഴും പേടിച്ചു പോയി. എൻ്റെ ദൈവമേ, വലിയ സ്രാവുകൾ മനുഷ്യനെയൊക്കെ വിഴുങ്ങുന്നതേ, മനുഷ്യൻ്റെ നാവ് പോലെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ് ഇങ്ങനെ? എനിക്ക് കണ്ടിട്ട് പേടി തന്നെ വന്നു. ഞാൻ പറഞ്ഞു അച്ഛയോട്, അച്ഛ തന്നെ എനിക്ക് കഴുകി വൃത്തിയാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛ പെട്ടെന്ന് തന്നെ അത് കഴുകി വൃത്തിയാക്കി തന്നു കേട്ടോ. പിന്നെ ഞാൻ എന്നിട്ട് തേങ്ങ വറുത്തരച്ചാണ് വെക്കാൻ എനിക്കിഷ്ടം. അതിനുവേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്ത് നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 5-6 ഉള്ളി, നല്ല ഇച്ചിരി വലിയ ഉള്ളി അതും എടുത്തിട്ട്, പിന്നെ ഞാൻ വെളുത്തുള്ളി ഒരു 4-5 ഇല്ലി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതും കൂടെ ഇട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തെടുത്തിട്ട്, എണ്ണയൊന്നും ഒഴിക്കാതെ വറുക്കണേ. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ പുളി, ഒരു നാരങ്ങയുടെ അളവിൽ അതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കുടംപുളി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ പൊടികളായി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഇതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് അത് ചൂടാറുമ്പോൾ അരച്ച് മാറ്റി വെക്കണം. പിന്നെ ഞാനൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചു. അതിൻ്റെ അകത്തോട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് എണ്ണ തെളിച്ച് വരുമ്പോൾ ഞാൻ ഇതിലോട്ട് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇടുന്നത്. നല്ല മുളക് പൊടി ഞാൻ മറ്റേൻ്റെ അകത്ത് ഇടുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് മൂപ്പിച്ചു. എന്നിട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അതും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരും. ആ സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കുക. പിന്നെ പുളിവെള്ളവും കൂടെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ആ പുളിവെള്ളം കൂടെ ചേർക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉപ്പ് ഈ സമയം നോക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇന്നത്തെ വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മുടെ ഇവിടെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ സ്രാവ് കുട്ടന്മാരെ എടുത്ത് നമ്മുടെ ആ മീൻകറിയിലോട്ടങ്ങിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ച് ഒരു 15-20 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കറി. അതിന് മേളിൽ കൂടെ ഞാൻ നല്ല വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാ മണമെന്നറിയാമോ? ഇങ്ങനെ സ്രാവ് കറി വറുത്തരച്ച് സിമ്പിളായിട്ട് വെച്ച് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പുളി നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപുളിയോ വാളംപുളിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. പാത്രം കാലിയാവുമെന്ന് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെച്ച് നോക്കാം കേട്ടോ. ഒരിക്കലെങ്കിലും ഇതുപോലെ സിമ്പിളായിട്ട് ഇവർ കറി വെച്ച് നോക്കാത്തവരൊന്ന് വെച്ച് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പാത്രം കാലിയാകും. അതുപോലെ തന്നെ നല്ല തിക്നെസ് ആയിട്ടുള്ള ചാറ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ മീൻകറിയായിട്ട് കപ്പയുടെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ സ്രാവ് മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അതുപോലെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നവർ സബും കൂടെ ചെയ്യണേ. എന്നാൽ ഞാൻ പോയി വരാം. എനിക്കിങ്ങ് വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഫുള്ളായിട്ട് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ബൈ. ടാറ്റാ, സീ യു.